കോൺഗ്രസുകാരി കൂടിയായിട്ടുള്ള എം.എ. ഷഹനാസ് ഇറങ്ങി രാഹുൽ മാങ്കൂട്ടത്തിനെ വലിച്ചു കീറാൻ ശ്രമിച്ചെങ്കിലും ഇപ്പോൾ സംഗതി തിരിച്ചടിച്ചുകൊണ്ടിരിക്കുകയാണ്. എം.എ. ഷഹനാസിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ രൂക്ഷമായ പ്രതികരണങ്ങളും പ്രതിഷേധങ്ങളുമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എം.എ. ഷഹനാസ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട് പ്രതികരിക്കുന്നുമുണ്ട്. എന്തായാലും എം.എ. ഷഹനാസിനെതിരെ വന്ന ആദ്യഘട്ടത്തിലുള്ള നമ്മൾ കേട്ടതാണ് IPSകാരിയായിരുന്നു അല്ലെങ്കിൽ IPS കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് ഗുരുവായൂരപ്പൻ കോളേജിൽ ഷഹനാസിൽ നടത്തിയ ആ സ്വീകരണ പരിപാടിയുമായി ബന്ധപ്പെട്ട ചില ഫോട്ടോകൾ അടക്കമുള്ളവ പുറത്തു വന്നിരുന്നു. അതിനുശേഷം ഘട്ടം ഘട്ടമായി എം.എ. ഷഹനാസിനെ കുറിച്ച് തനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഒരു ഫേസ്ബുക്ക് പേജിൽ പുറത്തു വരുന്നതും കണ്ടിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ പുറത്തു വരുന്നതനുസരിച്ച് എം.എ. ഷഹനാസ് ആൾമാറാട്ടം അടക്കം നടത്തിയ വ്യക്തിയാണ് എന്നാണ് പോസ്റ്റുകളിൽ പറയുന്നത്. എന്തായാലും അതിജീവിതകൾക്ക് അനുകൂലമായി പത്രസമ്മേളനം നടത്തിയ എം.എ. ഷഹനാസ് വലിയ ആൾമാറാട്ടം നടത്തിയ ആളാണ്. അപ്പോൾ ഇവരൊക്കെ ചാനലിൽ വന്ന് ഒരുപാട് പറഞ്ഞു, നിങ്ങൾ ഒരുപാട് പറയിപ്പിച്ചു എന്നൊക്കെ. പറയുന്നത് എങ്ങനെ വിശ്വസിക്കും? ക്യാഷ് കിട്ടാൻ എന്ത് വേഷം വേണമെങ്കിലും കെട്ടും. ഇനി തൂലികാ നാമമാണോ എം.എ. ഷഹനാസ്? പറയാൻ പറ്റില്ല, വലിയ എഴുത്തുകാരിയല്ലേ. ഞാൻ അറിയുന്ന ഷഹനാസ് ഭാഗം 3 എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ഷഹനാസുമായി ബന്ധപ്പെട്ട പോസ്റ്റ് വരുന്നത്. ഷഹനാസ് IAS പ്രിയ സജീഷ് എന്ന വ്യക്തിയെ അറിയാമോ എന്നറിയില്ല. ഈ സിജീഷ് എന്നത് പ്രിയയുടെ ഭർത്താവിന്റെ പേരാണ്. മകളുടെ പേര് സിനി എന്നുമാണ്. ഒരു പ്രസാധക കമ്പനിയിൽ സിനി പാർട്ണറാണ്. പറഞ്ഞു വരുന്നത് പ്രിയയുടെ കളഞ്ഞു കിട്ടിയ ഡ്രൈവിംഗ് ലൈസൻസ് കോപ്പിയുടെ പ്രിയയുടെ ഫോട്ടോയ്ക്ക് IASകാരിയുടെ മുഖസാദൃശ്യമുണ്ട് എന്നാണ്. 1986 ഏപ്രിൽ 9 പ്രിയ ജനിച്ചത്. ഷഹനാസിന്റെയും പിറന്നാൾ അന്ന് തന്നെയാണ്. ചുരുക്കി പറഞ്ഞാൽ ഷഹനാസും പ്രിയയും രണ്ടല്ല, രണ്ടും ഒന്നാണ്. ആൾമാറാട്ടം, വ്യാജരേഖ ചമയ്ക്കൽ തുടങ്ങിയ ഏതൊക്കെ വകുപ്പിനുള്ളത് ഉണ്ടെന്ന് നിയമവിദഗ്ധർ പറയട്ടെ. ചെറിയൊരു തെളിവ് ആദ്യ കമന്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ലൈസൻസ് ഇതിൽ ഉൾപ്പെടുത്താൻ നിർവാഹമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പറഞ്ഞ പോസ്റ്റുകളൊക്കെ തന്നെ വരുന്നത്. ഈ ഗൂഗിൾ പേയിൽ പ്രിയ സിജീഷ് എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ ഷഹനാസ് M34 CO ആക്സിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെയിൽ ID ഫോട്ടോയാണ് ഇട്ടിരിക്കുന്നത്. എന്തായാലും നിയാസ് മലബാറാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു കൊണ്ടുവരുന്നത്. ഇപ്പോൾ നിയാസിന്റെ പേജുകളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായി കൊണ്ടിരിക്കുന്നത്. ഇതിന് ഷഹനാസും പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, മറു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. എന്തായാലും ആ മറു പോസ്റ്റും നമുക്കൊന്ന് നോക്കാം. ആ മറു പോസ്റ്റിനകത്ത് പറയുന്നത്, വീണ്ടും വീണ്ടും നീ കോമഡി കഥകൾ ഇറക്കാതെടാ, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, കോഴിക്കോട് എൻ്റെ നാട്ടിൽ. പറ്റുമെങ്കിൽ നീ ചെയ്ത് കാണിക്കുക, കേസ് കൊടുക്ക പിള്ളേച്ച എന്ന് പറഞ്ഞുകൊണ്ട് AM ഷഹനാസ് എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കാം, അല്ലെങ്കിൽ ജനങ്ങളൊരു കാര്യം ചോദിക്കുകയാണ്. തനിക്കെതിരെ ഇത്തരത്തിൽ തെറ്റായ വാർത്തകളാണ് പ്രചരിപ്പിക്കുന്നതെങ്കിൽ അവർക്കെതിരെ ആദ്യം കേസ് കൊടുക്കാൻ മുതിരുന്നത് നമ്മൾ തന്നെയല്ലേ എന്നതാണ് ചോദ്യം. എന്തായാലും അത് എന്തുകൊണ്ട് മുതിരുന്നില്ല എന്ന ചോദ്യമുണ്ട്. എന്തായാലും ഷഹനാസ് തന്നെയാണ് ഇപ്പോൾ പറഞ്ഞ് കളികൾ മാറി തുടങ്ങിയെന്ന് തോന്നുന്നു. എന്തായാലും ഷഹനാസും രാഹുൽ എന്ന ഒരു വിഷയത്തിലേക്ക് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന് വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും കോഴിക്കോട് കളക്ടറായി ചാർജ് എടുത്തു അല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രൂക്ഷമായ പ്രതികരണങ്ങളും പരിഹാസങ്ങളും ഒക്കെ തന്നെ എം.എ. ഷഹനാസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെയും വരുന്നുണ്ട്.